കുഞ്ഞു ജീവിതമാണ്. പെട്ടെന്ന് ഇടിച്ച് പൊട്ടി തകർന്നൊക്കെ പോകാവുന്ന ഒരുപാട് സങ്കടങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. ശക്തിയുടെ ഉറവിടമായ കർത്താവിനെ മാത്രം മറന്നു പോകരുതെന്നുള്ള ഒറ്റ കാര്യത്തിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. കൊരിന്തോസുകാർക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്തോസ് 4:7 പൗലോസിൽ ഇങ്ങനെ പറയുന്നില്ലേ, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു മൺപാത്രത്തിൽ തന്നേക്കുന്നതാണ്. ഒരു നിധിയായ ജീവിതമാണ്, ഒരു മൺപാത്രത്തിലാണ് തന്നേക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തട്ടിയും പൊട്ടിയൊക്കെ തകർന്നു പോയേക്കാം, എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റക്കായി നിന്നേക്കാം. എൻ്റെ ശക്തിയുടെ ഉറവിടം 2 കൊരിന്തോസ് 4:7 വചനം മറന്നു പോകല്, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. തകർക്കാൻ ശ്രമിച്ച രോഗത്തിനോ മനുഷ്യർക്കോ പിശാചിനോ ഈ ഭയങ്ങൾക്കോ ഒന്നുമല്ല. പരമമായ ശക്തി, ദി അൾട്ടിമേറ്റ് പവർ ബിലോങ്സ് ടു ദി അതോറിറ്റി. ആ അതോറിറ്റി ഈശോയാണ്, എൻ്റെ ശക്തിയുടെ ഉറവിടമാണ്. ആ ദൈവം സർവശക്തനാണ്, എൻ്റെ പിതാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ വിഷമത്തിലൂടെ ആണെങ്കിലും ഈ 2 വചനഭാഗം 2 കൊരിന്തോസ് 4:7 വായിക്കണം. സങ്കീർത്തനം